ഹലോ ഗൈസ്, അപ്പം നമുക്കിന്ന് ഈസി ആയിട്ട് ഒരു മുട്ട ബിരിയാണി ഉണ്ടാക്കാം. മുട്ട ബിരിയാണി എന്നുള്ളൊരു പുലാവ്. ഇതിന് കോഴിമുട്ട വേണം, 2 സവാള, ഒരു തക്കാളി, ഒരു പച്ചമുളക്. നമുക്ക് തക്കാളി ഉണ്ടായിട്ടില്ല, തക്കാളി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ഇടാം. അപ്പം ഇതാദ്യം ഇങ്ങനെ കട്ട് ചെയ്യുക, നീളത്തിൽ കട്ട് ചെയ്യുക. പൊടികളായിട്ട് ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, പിന്നെ ഗ്രാമ്പൂ, പട്ട, ഏലക്ക അങ്ങനത്തെ സാധനങ്ങളുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യുക. പിന്നെ നെയ്യ് വേണം. ഞാനിവിടെ മിൽമേൻ്റെ നെയ്യ് എടുത്ത്, നിങ്ങൾക്ക് ഇഷ്ടമില്ല നെയ്യ് എടുക്കാം. പിന്നെ വേണ്ടത് 1 ഗ്ലാസ് അരി. നമ്മളിവിടെ 3 ആൾക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1 ഗ്ലാസ് അരി. നല്ല ചൂടായ കുക്കറിലേക്ക് ആദ്യം നെയ്യ് ഒഴിക്കുക. അതിനുശേഷം നമ്മൾ ഗ്രാമ്പൂ, പട്ട, മുന്തിരി ഇതൊക്കെ ഇല്ലേ, അതൊക്കെ ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക. അതൊന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് ഇതിലേക്ക് സവാള ആഡ് ചെയ്യുക, നന്നായിട്ട് ഇളക്കുക. ഉള്ളി ഇങ്ങനെ കുഴഞ്ഞു വരുന്ന സമയത്ത് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ മുറിച്ച് വെച്ച പച്ചമുളകും ഇതിട്ട് നന്നായിട്ട് ഇളക്കാം. ഇത് നല്ല മിക്സായി വരുമ്പോഴാണ് നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കേണ്ടത്. പൊടികൾ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിങ്ങനെ കരിഞ്ഞു പോവാണ്ട് ശ്രദ്ധിക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കാം. ഇളക്കിയതിന് ശേഷം 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് ചേർക്കേണ്ടത്. അപ്പം 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. അതുപോലെ നമ്മൾ കഴുകി വെച്ച അരിയും ചേർത്ത് കുക്കർ അടച്ചു വെക്കാം. 2 വിസിൽ വന്നിട്ടാകുമ്പോൾ കുക്കർ ഓഫ് ചെയ്യാം. ആ കുക്കർ ഇങ്ങനെ തുറക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അതിനുശേഷം നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് നന്നായിട്ട് ഇളക്കാം. ഇളക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, മുട്ട പൊട്ടിപ്പോവാണ്ട് നോക്കാം. അപ്പം എല്ലാവരും ഓടിപ്പോയി ഉണ്ടാക്കി നോക്ക്. ടാറ്റാ.